ഒരു രക്ഷയില്ല, അടിപൊളി. അടുത്താള് പറഞ്ഞു എന്റെ തിന്നാ മോനെ ഫാസ്റ്റ് തിന്നാ. അതെ ഗൈസ്, ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റാണ്. ഇതാണ് പെരി പെരി പാസ്ത. ഇത് ഉണ്ടാക്കുന്ന വിധം ഞാനീ പറഞ്ഞുതരാം. ആദ്യം ഒരു പാനിൽ കുറച്ച് വെള്ളം വെക്കണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും 2 ടേബിൾ സ്പൂണ് ഓയിലും ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് തിളക്കൂ. ആ തിളക്കുന്ന ടൈം വേണം നമ്മൾ ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാൻ. ഇത് പെരി പെരി പാസ്ത എന്ന് കേൾക്കുമ്പോൾ നല്ല സ്പൈസി എന്ന് വിചാരിക്കണം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്താൽ മതി. സ്പൈസി ഇഷ്ടമുള്ള കൂട്ടർ കൂടുതൽ ചേർക്കുക, അല്ലാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഞാൻ മക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചാണ് ചേർത്തത്. നമ്മൾ എന്നിട്ട് പാസ്ത ഇതിലേക്ക് ഇട്ട് ഒരു 10-20 മിനിറ്റ് കുക്കായി കഴിയുമ്പോൾ അതൊന്ന് മാറ്റി വെക്കുക. ഓവർ കുക്ക്ഡ് ആയരുത്. ഞാൻ ഇതിൻ്റെ അടുത്ത കൂട്ട് റെഡിയാക്കാൻ പോകുന്നത്. അതിന് ഒരു 5-6 വറ്റൽമുളക്, 2 തക്കാളി, ഒരു സവാള, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇതൊക്കെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്കിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴന്ന് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മുളക്, നിങ്ങൾ കാശ്മീരി ചില്ലിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് കളർ കിട്ടുമല്ലോ. കാശ്മീരി ചില്ലി, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കിയിട്ട് വരുമ്പോൾ ഏകദേശം ഒരു വഴന്ന് വന്നു കഴിഞ്ഞാൽ സ്റ്റീം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ വഴന്നെടുത്തതൊക്കെ ഒരു ജാറിലിട്ടിട്ട്, മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. ഇനിയാണ് ആ പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തിട്ട് നമ്മൾ ഒരു പാന് വെക്കണം. അതിലേക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്യണം. ബട്ടറൊക്കെ മെൽറ്റ് ചെയ്ത് നല്ല ഇതായി വരുമ്പോൾ ഈ അരച്ച് വെച്ച മിക്സ് നമ്മൾ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ബട്ടറിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തുടച്ച് വടിച്ചെടുക്കുക. തുടച്ച് വടിച്ചിട്ട് അതും അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ട് വരും. അധികം കട്ടി വേണ്ട ഞങ്ങൾക്ക്. ഇപ്പോൾ കുറച്ചൊന്ന് ആ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്ത് ഇനിയാണ് അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത്. നല്ലപോലെ മിക്സായെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ, കുറച്ച് നുള്ള സോസ് ഒഴിക്കാൻ. പിന്നെ ഫ്രഷ് ക്രീമില്ലാതെ ഫുൾ കളിയും. ഫ്രഷ് ക്രീം അറഞ്ചും പൊറഞ്ചും ഒഴിച്ചു കൊടുത്തോ, അൺലിമിറ്റഡാണ്. ഫുള്ള് ഫ്രഷ് ക്രീമാണ് ഇതിൽ ടേസ്റ്റ് കൊടുക്കുന്നത്. എത്രത്തോളം ഒഴിക്കുക അത്രത്തോളം ഒഴിക്കുക. ഞാൻ പിന്നെയും കുറവെന്ന് കണ്ടുകൊണ്ട് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം നോക്കി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്രഷ് ക്രീം എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതിലിടേണ്ടത് നമ്മൾ ക്രഷ്ഡ് ചില്ലിയില്ലേ, നമ്മളിപ്പോൾ ഇട്ട ആ ചില്ലി ഒന്ന് പൊടിച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ, ഒറിഗാനോ ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് വരണം. നല്ലപോലെ ലാസ്റ്റ് എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ പാസ്തയിൽ ഉപ്പിട്ട് പിന്നെ ആ മിക്സിയിൽ ഉപ്പിടാണ്ട് ഇതിലാണ് ഉപ്പിട്ട് കൊടുത്തത്. ഇതിൽ ഉപ്പിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച പാസ്ത ഇതിലേക്ക് ഇടാൻ. ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഈ മസാലയായിട്ട് നല്ല മിക്സ് ചെയ്ത് വരണം. അത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ചീസ് ഉണ്ടെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസാണെങ്കിലും പ്രശ്നമില്ല. ഞാനിപ്പോൾ സ്ലൈസ്ഡ് ചീസ് ആയതുകൊണ്ട് അത് വെച്ച് കൊടുത്ത്. ഇനി ഒന്ന് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്ത്. എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല, ഉള്ളത് വെച്ചിട്ട് ഞാനൊരു ഓണം പോലെ ചെയ്തു. എന്നിട്ട് കുറച്ചൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതൊക്കെ മെൽറ്റായി വരുമ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്ത് വെക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ നല്ല